ചെറിയ കാര്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഫുട്ബോൾ ജ്വരമാണല്ലോ. ലോകകപ്പ് മത്സരങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ ഏത് രാജ്യത്തെ പിന്തുണയ്ക്കണം എന്നറിയാത്തവരുണ്ടാകും. അത്തരക്കാർ ഒരിക്കലും പിന്തുണയ്ക്കാൻ പാടില്ലാത്ത ചില രാജ്യങ്ങൾ കേരള ചരിത്രത്തെ സംബന്ധിച്ചുണ്ട്. അതിൽ ഒരു രാജ്യം നമ്മൾ കേരളീയരോട് ചെയ്ത സമാനതകളില്ലാത്ത ക്രൂരതകൾ ഇപ്പോഴും വിവരിക്കാൻ പോലും പറ്റാത്തത്രയ്ക്കും പൈശാചികമാണ്. മക്കയിലേക്ക് തീർത്ഥാടകരുമായി പോയി മടങ്ങുകയായിരുന്ന ഒരു കപ്പലിലെ 400ഓളം പേരെ എല്ലാം കൊള്ളയടിച്ചതിന് ശേഷം സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ കൂട്ടിയിട്ട് കത്തിച്ച ഒരു രാജ്യം. കീഴടക്കിയ 85ഓളം പടയാളികളുടെ ചെവികളും മൂക്കുകളും അരിഞ്ഞ് അവരെ കരിവേപ്പില കൂട്ട് എന്ന പേരിൽ സാമൂതിരിക്ക് കൊടുത്തയച്ച ഒരു രാജ്യം. ലക്ഷക്കണക്കിന് ആളുകളെ മത ന്യായ കോടതി എന്ന പേരിൽ ഒരു കോടതി ഉണ്ടാക്കുകയും വിചാരണ ചെയ്യുകയും തീയിലിട്ട് ദഹിപ്പിക്കുകയും വീടുകൾ കത്തിക്കുകയും ചെയ്ത ദ്രോഹിച്ച ഒരു രാജ്യം. അവർ കേരളത്തിലും ഗോവയിലും ബംഗാളിലും മാത്രമല്ല, ലോകത്തിലെ ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, ബ്രസീൽ പോലുള്ള രാജ്യങ്ങളിലെല്ലാം ലക്ഷക്കണക്കിന് പേരെ അടിമകളാക്കുകയും അവരെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്ത ഒരു പൈശാചിക രാഷ്ട്രത്തെ കുറച്ചുപേരെങ്കിലും ഇന്ന് ആരാധിക്കുകയും പിന്താങ്ങുകയും ചെയ്യുന്നുണ്ട്. ആ രാജ്യം ഏതാണെന്ന് അറിയുന്നവർ കമന്റ് ചെയ്യുക. അപ്പോൾ പറഞ്ഞു വരുന്നത്, കായിക വിനോദങ്ങളിൽ സ്പോർട്സിൽ രാഷ്ട്രീയം കലർത്തരുത് എന്ന ഒരു ന്യായത്തിന്റെ എതിർപ്പാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ആരും വിചാരിക്കരുത്. കലയിലും സാഹിത്യത്തിലും സ്പോർട്സിലും രാഷ്ട്രീയം കലർത്തുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷേ ചരിത്രാവബോധമില്ലാത്ത ഒരു ജനത മനുഷ്യന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ അത്തരം സമൂഹങ്ങൾ നിലനിന്നിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുകയും അവയെ മുൻകരുതലോടെ പരിഗണിക്കുകയും ചെയ്യുക എന്നത് ബുദ്ധിയുള്ള ഒരു സമൂഹത്തിന്റെ ലക്ഷണമാണ്. ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ അതിക്രൂരതകളൊക്കെ മറന്ന് അതിനൊക്കെ അവരുടെ നാശത്തിന് കാരണമായ അമേരിക്കയോടൊക്കെ ക്ഷമിച്ചു എന്ന് പറയാം. അവരുടെ കാര്യത്തിൽ അവരുടെ സാമ്രാജ്യത്വ അധിനിവേശ മോഹങ്ങളാണ് അവർക്ക് ആ ഒരു ദുർവിധി ഉണ്ടാക്കിയതെന്ന തിരിച്ചറിവുകൊണ്ട് കൂടിയാണ് അവർ ഇപ്പോൾ സമാധാനത്തിന്റെ പാതയിൽ പോകുന്നത്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങോട്ട് യുദ്ധത്തിന് പോയിട്ടല്ല, അവർ ഇങ്ങോട്ട് വന്ന് ആക്രമിച്ച് കാണിച്ച ക്രൂരതകളാണ് ഇതെല്ലാം. ഇതുപോലെ തന്നെ നമ്മളെ ആക്രമിക്കുകയും നമ്മളെ ക്രൂരമായി കൊള്ളയടിക്കുകയും ചെയ്ത മറ്റു രാജ്യങ്ങളെക്കുറിച്ചും അടുത്ത അധ്യായങ്ങളിൽ പറയാം. നമസ്കാരം.